സച്ചിൻ ചേരുന്നു. സച്ചിൻ പാലക്കാട് ഉള്ള ആളായതുകൊണ്ട് മുൻപൊക്കെ ചിലപ്പോൾ പുലികളി കണ്ടു കാണും. മനു ഇത് ആദ്യമായിട്ടാണ് പുലികളി കാണുന്നത് എന്നാണ് പറഞ്ഞത്. എങ്ങനെയാണ് സച്ചിൻ ഈ പുലികളിയുടെയൊക്കെ ഒരു അനുഭവം? തീർച്ചയായും ഷമ്മി, പുലികളി മുൻകാലങ്ങളെ അതേ രീതിയിൽ തന്നെ പ്രൗഢിയോടുകൂടെ തന്നെയാണ് ഇത്തവണയും പുലികളി ഇപ്പോൾ ശക്തൻ്റെ തട്ടകത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. കാരണം കോവിഡിൻ്റെയും പ്രളയകാലത്തും ചെറിയ പ്രതിസന്ധികൾ ഉണ്ടായതിൻ്റെ ഭാഗമായി പുലികളി ഒഴിവാക്കിയിരുന്നെങ്കിലും ഇത്തവണയും വലിയ ആവേശകരമായ രീതിയിൽ തന്നെ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. 50-ലധികം പുലികളാണ് ഓരോ ദേശത്തിൻ്റെയും ഭാഗമായി ഇപ്പോൾ തൃശ്ശൂർ നഗരത്തെ കീഴടക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ചില പ്രതിസന്ധികൾ ഉണ്ടായിരുന്നപ്പോൾ ചെറിയ രീതിയിൽ പുലികളായിരുന്നു ഇറങ്ങിയത്. ഇത്തവണ 350-ലേറെ പുലികളാണിപ്പോൾ തൃശ്ശൂർ നഗരത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. അവർ തൃശ്ശൂരിനെ അക്ഷരാർത്ഥത്തിൽ കീഴടക്കി എന്ന് തന്നെ പറയാം. കാരണം പുലി ഭീതി എന്നൊക്കെ നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ പറയാറുണ്ട്. എന്നാൽ തൃശ്ശൂർ നഗരമാകെ ഇന്ന് പുലി ആവേശത്തിലായി കഴിഞ്ഞിരിക്കുകയാണ്. അതായത് ഓരോ 7 ദേശങ്ങളിൽ നിന്ന് 350-ലധികം പുലികളും അതുപോലെ തന്നെ നിശ്ചല ദൃശ്യങ്ങളും അടക്കം ഉള്ളതാണ് ഇത്തവണത്തെ പുലികളി സംഘത്തിൻ്റെ നേതൃത്വത്തിലുള്ള ആഘോഷകരമായ നടത്തിപ്പ്. ഷമ്മി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നീണ്ട ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഇത്തരത്തിൽ കുടവയറടക്കം അവർ ഉണ്ടാക്കിയെടുത്ത് പുലികളിക്കായി ഒരുങ്ങുന്നത്. അതുമാത്രമല്ല, മണിക്കൂറുകൾ നീണ്ട ഈ പുലി വരെയൊക്കെ മണിക്കൂറുകൾ നീണ്ട പ്രയത്നമാണ്. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് പുലി മടയിൽ ഈ പുലികളുടെ ഒരുക്കങ്ങൾ ആരംഭിച്ചത്. അതിനുശേഷം വൈകിട്ട് 4 മണിയോടുകൂടെ പാട്ടുരാക്കൽ ദേശമാണ് തൃശ്ശൂർ നഗരത്തിലെ, അതായത് ശക്തൻ്റെ മണ്ണിലേക്ക് ആദ്യമായി ഇറങ്ങിയിരിക്കുന്ന പുലികളി സംഘം. അവരുടെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ തൃശ്ശൂർ സ്വരാജ് റൗണ്ടിന് അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ എത്തിയതിന് ശേഷം ഇവിടെ മന്ത്രിമാരടക്കമുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ നായിക്കനാൽ ഭാഗത്ത് വെച്ച് ഫ്ലാഗ് ഓഫ് ചെയ്യും. അതിൽ മന്ത്രി കെ രാജൻ, അതുപോലെ തന്നെ ആർ ബിന്ദു, മേയർ MK വർഗീസ് അടക്കമുള്ള ആളുകൾ പങ്കെടുക്കും. അതിനുശേഷമാണ് വിവിധ ദേശങ്ങളുടെ ബാക്കിയുള്ള പുലികളും ഈ സ്വരാജ് റൗണ്ടിലേക്ക് എത്തുക. ഈ നായിക്കനാൽ ഭാഗത്ത് എത്തിയതിന് ശേഷം അവർ സ്വരാജ് റൗണ്ട് ചുറ്റിയതിന് ശേഷം നടുവിലാലിൽ ഗണപതിക്ക് മുന്നിൽ തേങ്ങയുടച്ചതിന് ശേഷമാണ് ഈ പുലികളിയുടെ ഒരു സമാപനം എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായി പുലികളിയുടെ ഭാഗമായി നിശ്ചല ദൃശ്യങ്ങളും അതുപോലെ തന്നെ വാദ്യമേള സംഘങ്ങളുടെ ഒരു താളത്തിനൊത്താണ് പുലികൾ ചുവട് വെക്കുക. ആ കുടവയറ് കുലുക്കിയുള്ള ഒരു ചന്തം തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. കഴിഞ്ഞ വർഷവും ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നില്ല. 17 വർഷമായിട്ട്. പേരെന്താണ് ചേട്ടൻ? എൻ്റെ ഒരു ഫാസിൽ. ഇത്തവണ ആവശ്യം തന്നെയാണ്. അതെ, ആവശ്യം. ഏത് ടീമിൻ്റെ ഒപ്പം ആയിരുന്നു കഴിഞ്ഞ തവണ? ഞാൻ കഴിഞ്ഞ തവണ വിയൂര് ദേശത്തല്ലേ. ഇത്തവണ പാട്ടുരാക്ക് 20 വർഷമായിട്ട് ഇടുന്നു. ഇത്തവണ വേറെ എന്തെങ്കിലും സസ്പെൻസ് എന്തെങ്കിലും ഉണ്ട്? പുലിയുടെ ആവേശം കൊണ്ട് പുലിയെടുത്ത് മുഖംമൂടി അടക്കം പോകുന്ന ഒരു കാഴ്ചയാണ്. കാരണം നമ്മൾ അതായത് ജാതി മത വർഗ ഭേദമന്യാണ് പുലികളി ഈ സാംസ്കാരിക നഗരിയായ തൃശ്ശൂരിൽ അരങ്ങേറാറുള്ളത്. അത് വലിയ രീതിയിലുള്ള ഒരു മതസൗഹാർദ്ദ കൂട്ടായ്മയുടെ ഒരു ഒത്തുചേരൽ കൂടിയാണ്. ഓണത്തിൻ്റെ ഒരു സമാപനം എന്ന രീതിയിലാണ് പുലികളി സംഘം തൃശ്ശൂരിൽ അരങ്ങേറാറുള്ളത്. ബാക്കി എല്ലാ ജില്ലകളിലും നാലാം ഓണം കഴിഞ്ഞു. എന്നാൽ തൃശ്ശൂരുകാരെ സംബന്ധിച്ചിടത്തോളം 4-ാം ഓണം ഇന്നാണ്. ഈ പുലികളിയോടുകൂടിയാണ് ഓണാഘോഷത്തിൻ്റെ സമാപനം തൃശ്ശൂരിൽ നടക്കുക. ഈ തൃശ്ശൂരിലെ പുലിക്കളിയുടെ വലിയ സംഘാടക സമിതി അടക്കം വലിയ ആവേശത്തിലാണ്. സംഘാടക സമിതി അടക്കം വലിയ രീതിയിൽ ചുവട് വെക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ അവരും ഈ പുലികളുടെ താളത്തിനൊപ്പം ചുവട് വെക്കുകയാണ് പതിവ്. അത്തരത്തിൽ ഇപ്പോൾ പാട്ടുരാക്കൽ ദേശത്തിൻ്റെ സംഘാടക സമിതിയിലുള്ള ആൾ ലിബിൻ എല്ലാ തവണ ഈ സംഘാടക സമിതിയിലുള്ള ആളാണ്. അങ്ങനെ തൃശ്ശൂര് നഗരം പുലികളിയുടെ ആവേശത്തിലേക്ക് നീങ്ങുകയാണ്. മനുവും സച്ചിനുമാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകുന്നത്.